എടുത്തോണ്ട് കൊടുക്കണതേ ഇപ്പൊ വായിക്കുന്നല്ലേ മുപ്പരായിന്ന് വായിച്ചു ഒരു നമ്പർ 2810 ആർക്കും വായിക്കല. ഇനി ഏറാബ് ഹർക്കത്തൊന്നുണ്ടാ അത് തിരിച്ചെടുത്തപ്പോ പറയാം, വായിക്കുന്നറിഞ്ഞപ്പോ പറയാം സമയം വേണ്ടേ, പിന്നെ എന്തിനാ ഞങ്ങള് പോകുന്നത്? ഇത് വായിച്ചു തെളിയിക്കാൻ തന്നെയല്ലേ അടുത്ത വെള്ളിയാഴ്ച തരാന്ന് പറഞ്ഞല്ലേ നിങ്ങള്? അടുത്ത വെള്ളിയാഴ്ച എന്നല്ല, അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് എന്തേ കിട്ടാഞ്ഞത്, എന്തേ തരാഞ്ഞത്? അപ്പോ ഹാർമോണിയത്തിന്റെ കഥ അതാണ്, മനസ്സിലായില്ലേ? ഇനി കണ്ണേറ് കുഴിപ്പുറസുല്ലമയോട് നിഷേധിച്ചു. നിങ്ങൾ കേട്ടോളൂ. അദൃശ്യമായ നിലയിൽ ഖൈറും ശർറും ചെയ്യാൻ അല്ലാഹുവിനെ കഴിയൂ. ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂല. അല്ലാഹു നിന്നെ ഒരു ദുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല. ഒരു കണ്ണിനും കഴിയൂല, ഒരു മൂക്കിനും കഴിയൂല. മറിച്ച് ഒരു ദുരിതമാ, ഒരു ഖൈറാണ് അള്ളാഹു നിന്നെ ആസ്വദിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കണ്ണേറ് ഇപ്പൊ മുജാഹിദീങ്ങളെ സമ്മതിച്ചില്ലേന്ന് ചോദിക്കലുണ്ട് ചില ആൾക്കാർ. ഓർക്കും കൂടിയുള്ള മറുപടിയാണ് ഞാൻ വായിക്കണേ. ഇപ്പൊ കണ്ടില്ലേ, കണ്ണൂർ സമ്മതിച്ചില്ലേ, സിഹിർ സമ്മതിച്ചില്ലേ? ഈ പറയണ മുസ്ലിയാരിട്ടി മൂപ്പര് പായിൽ കിടന്ന് മൂത്രയിക്കണ കാലത്ത് അമ്മാനി മൗലവി കേമൊലൊക്കെ എഴുതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി എടുത്ത് ശരിക്കണം വായിച്ചു, കൃത്യമായി തെളിവ് കൊടുത്തു. നിങ്ങൾ കേട്ടോ. കണ്ണേർ എന്ന് പറഞ്ഞ അന്ധവിശ്വാസം നിങ്ങൾക്ക് ഹദീസ് പറ്റൂല. ഇത് അമാനിന്റെ തഫ്സീറാണ്. എന്തായാലുള്ളത് ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ശരണം തേടുന്നതായി ഇബ്നു അബ്ബാസ് പ്രസ്താവിക്കുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്താ സുല്ലമിന്റെ അർത്ഥം? വമിൻ കുല്ലി ഐനിൻ ലാമ്മ, വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇനി മാത്രമല്ല, കണ്ണേറിനെ പറ്റി അമാനി പോലും വീണ്ടും പറയുന്നു. കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം. കണ്ടതും കേട്ടതും ഒക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് കരുതി ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്ത ചിലരുണ്ട്. അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നുണ്ടെന്ന് പറയേറെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആരാണ് കണ്ടില്ല നിങ്ങള്? കണ്ടില്ലേ? അതാ പറഞ്ഞത്. അപ്പൊ കണ്ണേറുണ്ടെന്ന് പറയുന്നവര് വിഡ്ഢികളായി ഗണിക്കുന്നവരുണ്ട്. ആരാണ് സുല്ലമി? നിങ്ങൾ പറയണം. ഈ അമാനി പോലി പറഞ്ഞ വിഡ്ഢികൾ ആരാണ്? ആരാണ് വിഡ്ഢികൾ? ഇനി മാത്രമല്ല, അങ്ങനെ അപ്പോ എവിടെ ഹദീസ് നിഷേധം? ഇവിടെ ശരിക്കും അൽഹംദുലില്ലാ നമ്മുടെ സംവാദം വിജയിച്ചു. അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങൾ മുൻഗാമികൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ കണ്ണേറിന്റെ ഹദീസ് തള്ളിയ ഒരൊറ്റ സലഫി പണ്ഡിതൻ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? ഇനി കേട്ടോളൂ. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേർ നിഷേധിക്കാറുണ്ട്. അല്ലാഹു അക്ബർ. അത് യാഥാർത്ഥ്യമല്ല, വെറും ഊഹാപോഹമാണെന്നാണ് അവർ പറയുന്നത്. ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവരുടെ ഗുണങ്ങളെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവി വിശദീകരിക്കുന്ന അവസാനം പറയാൻ, ഒരു സമുദായത്തിലും ബുദ്ധിമാന്മാർ കണ്ണേർ നിഷേധിക്കുകയോ തള്ളുകയോ ചെയ്യുന്നവരല്ല. അപ്പൊ ആരാണിവിടെ വിഡ്ഢികൾ? ഇനി നിങ്ങൾ പറയണം, അമാനി മൗലവി അന്ധവിശ്വാസിയാണോ? അലവി മൗലവി അന്ധവിശ്വാസിയാണോ? അതുപോലെ തന്നെ മൂസ മൗലവി അന്ധവിശ്വാസിയാണോ? കെ എം മൗലവി അന്ധവിശ്വാസിയാണോ? എവിടെ അമാനി മൗലവി കണ്ണേർ നിഷേധിച്ചത്? എവിടെ അമാനി മൗലവി സിഹിർ നിഷേധിച്ചത്? എവിടെ അമാനി മൗലവി സിഹിറിന്റെ അതിനെ തള്ളിയത്? എവിടെ? ചോദ്യം അങ്ങോട്ട് ചെന്നു. ഇവിടെ കണ്ണേറിലും സിഹിറിലൊക്കെ നമ്മൾ എതിർക്കുന്നത് എന്താണ്? കണ്ണേറ് ഉണ്ട്, അത് ഹക്കാണ്. അത് അത്തരം ഒരു പ്രവണത ഒരിക്കലൊരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. അത് ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേക ദുആ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇല്ലാത്ത പൂച്ചന, ഇല്ലാത്ത റൂമിൽ, ഇല്ലാത്ത ഇരുട്ടത്ത് തപ്പാന് റസൂലുള്ളാഹി പറയില്ല. ഇല്ലാത്ത പ്രശ്നത്തിന്റെ ദുആ പഠിപ്പിക്കൂല. ചില ആളുകൾ എന്തെന്നറിയോ? കരിങ്കണ്ണാ നോക്കുക എന്ന് എഴുതി വെക്കും. അത് ശരിയല്ല. ഉറുക്കും നറുക്കും ഏലസും കെട്ടും, അത് ശരിയല്ല. പഴയ ടീഷർട്ടിന്റെ ഉള്ളിൽ വൈക്കോല് തിരികിട്ട് ഒരു വടി കെട്ടിയിട്ട് അയിമേ കരിങ്കണ്ണാ നോക്ക് എഴുതിയിട്ട് അവിടെ കെട്ടിടത്തിന്റെ മുമ്പിൽ വെക്കും. അത് ശരിയല്ല. അത്തരം കാര്യങ്ങളെ നിരാകരിക്കുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ച വഴി റൂട്ട് ഇതിൽ പഠിപ്പിക്കുന്നു. സിഹറോ
സിഹറേഖിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ ജൂതായുസത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞ ജിബിത്തിന്റെയും താഗൂത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞ് ഉദ്ധരിച്ച അലി മൗലവിക്ക് കൃത്യമായി സിഹിറിന്റെ വിഷയത്തിൽ അമാനി മൗലവിയെ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ മലിക് സലഫി കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടോളൂ. ഈ മറുപടികൾക്കുള്ള തിരിച്ചുള്ള മറുപടികളില്ലാത്തത് കൊണ്ട് മുടക്കല് തന്നെയാണ് നിങ്ങളെ ഐഡിയ. ആ ഐഡിയ തന്നെയാണ് നിങ്ങൾ പ്രയോഗിച്ചത്. അല്ലാതെ അബ്ദുൽ മലിക് സലഫി കളവ് പറഞ്ഞിട്ടല്ല. രക്ഷപ്പെടാനുള്ള പഴുതു നോക്കുമ്പോൾ ആ കച്ചിത്തുരുമ്പ് കിട്ടിയത്, കച്ചിത്തുരുമ്പ് പിടിച്ചപ്പോൾ ആകെ മുങ്ങിയത്, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുക. നിങ്ങൾക്ക് കെ മൗലവി മിണ്ടാൻ അർഹതയില്ല, ഒക്ക മൗലവി മിണ്ടാൻ അർഹതയില്ല, അമാനി മൗലവി തൊടാൻ കഴിയില്ല. നിങ്ങൾക്ക് അമാനി മൗലവി സിഹിറിനെ അംഗീകരിച്ച ആളാണ്. ഇൻഷാ അല്ലാഹ് തഫ്സീറൊക്കെ വായിക്കും. മാത്രമല്ല സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലം ഉണ്ടാകുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. കേട്ടോ, മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അപ്പൊ മുഅ്തസില വിഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഒന്നുകൂടി സിഹറുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്ന്. നഊദു ബില്ലാഹ് സുമ്മ നഊദു ബില്ലാഹ്. ആരെയാണ് സഹോദരങ്ങൾ നിങ്ങൾ ജൂതനാക്കിയത്? ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു അർഖമിനെ, അതുപോലെ തന്നെ താബിഈങ്ങളെ, അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ അഹ്ലുസ് സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ ജൂതന്മാരാക്കിയതെങ്കിൽ ഇല്ല ഇല്ല സഹോദരങ്ങൾ, ഇതൊരിക്കലും മുസ്ലിമുകൾക്ക് പൊറുക്കാൻ കഴിയില്ല. അപ്പൊ അമാനി മൗലവില്ല, അഹ്ലുസ് സുന്നയുടെ ഉലമാക്കളില്ല, ആരുള്ളങ്ങളെ കൂടെ സിഹിർ നിഷേധികളുടെ കൂടെ ആയത്ത് നടുക്ക മുറിച്ചിട്ട് എന്ന് നിർത്തണേ. ചില ആളുകൾ വാലില്ലാത്ത KNM-ലുണ്ട്. KN മൗലവി ഉണ്ടാക്കിയ KNM-ലല്ല, വാലുള്ള KNM-ലും വാലില്ലാത്ത KNM-ലും ചില ആളുകളുണ്ട് സിഹിർ നിഷേധികൾ. അവർക്ക് ഉമർ മൗലവിന്റെ സപ്പോർട്ടുണ്ടോ? ഉമർ മൗലവിന്റെ സപ്പോർട്ടുണ്ടോ? ഉമർ മൗലവിയുടെ വിഷയം ഉദ്ധരിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറാണ്. ആ തഫ്സീറിൽ നിങ്ങൾ ഇപ്പോൾ ചേകരൂരികളെ പോലെ ഓതിക്കൊണ്ടിരിക്കുന്ന വഖാല ളാലിമുൻ ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസ്റൂറ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഫിർഖാനിൽ പറഞ്ഞ ആയത്ത് വിശദീകരിച്ച് എന്താ ഉമർ മൗലവി പറഞ്ഞു? നിങ്ങൾക്ക് ഒരു ഉമർ മൗലവിയില്ല, ആരും നിങ്ങളെ കൂടല്ല, നിങ്ങളൊരു സലാം സലമിയും കുറച്ച് ആളുകൾ മാത്രമുണ്ട്. ആ മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഇല്ല. റഊഫ് നദീവുണ്ടോ? റഊഫ് നദീവ് സിഹിറിന്റെ ഹഖീഖത്ത് നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. കണ്ണീർ നിഷേധിക്കോ? മാത്രവുമല്ല MN നദീവി, അതുപോലെ തന്നെ ചെറിയ മുണ്ടം. അപ്പൊ നിങ്ങളുടെ എത്ര ഗ്രൂപ്പ്, നിങ്ങളുടെ ജമിയത്തുലമ കൂടിയാൽ ഇപ്പൊ എത്ര സിഹിറിനെ സംബന്ധിച്ച്. ഇനി കേട്ടോ, ആരോ മാരണം ചെയ്തിട്ട് ചിത്രഭവം സംഭവിച്ച ഒരാളാണ് ഇവർ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നത്, അതല്ലാതെ യാതൊരു കുഴപ്പമുണ്ടാക്കാൻ കാരണമില്ല എന്നവർ പറഞ്ഞു. അവരുടെ ഈ പറച്ചിൽ വലിയ അക്രമമാണ്. ഇവിടെ ഒരു കാര്യം ഉണർത്താനുണ്ട്. ബുഖാരിയിൽ ഒരു കള്ള ഹദീസ് ഉണ്ടെന്ന് ആരോപിക്കുന്ന ഒരു കൂട്ടർ പറയുന്നു, ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റു ചെയ്തെന്ന് ബുഖാരി ഹദീസുണ്ട്, അത് ഈ ആയത്തിനെതിരാണ് എന്ന്. ശരിക്കും കേട്ടോളി. സിഹിർ ബാധിച്ച ആളെ വിശ്വാസികൾ പിൻപറ്റിയെന്ന് കാഫിറുകൾ പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല. സിഹിർ ബാധിച്ച ആളെ പിൻപറ്റിയെന്നത് താന്തോന്നികൾ പറഞ്ഞത്. ഇനി ഹദീസിലുള്ളത് എന്താണെന്ന് ശരിക്കും പരിശോധിച്ചാൽ ഒരാൾ സിഹിർ ചെയ്തു, വൈകാതെ തന്നെ അള്ളാഹു രക്ഷിച്ചു എന്നാണ് ചുരുക്കം. അത് നിഷേധിക്കേണ്ട കാര്യമെന്ത്? ഉമർ മൗലവി നിങ്ങളോട് ചോദിക്കുന്നു, മാധുരി പറഞ്ഞില്ലേ ചോദിച്ചില്ലേ? മാത്രവുമല്ല അത് നിഷേധിക്കേണ്ട കാര്യമെന്ന് ഉമർ മൗലവി ചോദിക്കുന്നു. അതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസ് കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വാദിക്കുന്നവർ വല്ലാതെ പുളകം കൊള്ളേണ്ടതില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് തൗഹീദാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ഉമർ മൗലവിയെ പറ്റി മിണ്ടാൻ പറ്റും? നിങ്ങൾക്ക് അമാനി മൗലവിയെ തൊടാൻ കഴിയും? നിങ്ങൾക്ക് മൂസ മൗലവി മിണ്ടിയോ? നിങ്ങൾ ഉമർ മൗലവിയും തോട്ടിലെറിയേണ്ടി വരും. മാത്രവുമല്ല നിങ്ങൾ പറയണം, ഉമർ മൗലവി അന്ധവിശ്വാസിയാണോ? ഉമർ മൗലവി ജൂതനാണോ? ആണോ? നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത്? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്മാരുടെ വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ ഇവിടെ പറയേ? അമാനി മൗലവി ജൂതനാണോ? ഉമർ മൗലവി ജൂതനാണോ? അതുപോലെ തന്നെ മൂസ മൗലവി അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ജൂതനാണോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? അതുകൊണ്ട് നിങ്ങൾ മിണ്ടണം. ആ കുഴിപ്പുറം സുല്ലമി നിങ്ങളും മിണ്ടണം. കുഴിപ്പുറം സുല്ലമിനോട് പ്രത്യേകം ചോദിച്ചപ്പോ ഒന്നും കൂടി ഒരു വയറ്റിക്കടി. എന്താ അയാൾ ഇനി കാര്യം എന്താ ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാലോ. ഏതാണെങ്കിലും സുഹൃത്തുക്കളെ, ഇവിടെ അസലാണ് പയച്ചത്. എന്താ
അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന അസ്ലിന്ന് അബ്ദുസ്സലാം സുലമിക്ക് വ്യതിയാനം വന്നു. അഭൗതിക കഴിവിക്ക് ജിന്നിനെയും മലക്കിനെയും കൊണ്ടുവന്നു. അപ്പോ സിഹറിൽ വർക്ക് ചെയ്യുന്ന ജിന്നിന്റെ അടുത്ത് നിന്നുള്ള സഹായം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചാൽ അത് അഭൗതിക സഹായമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു പോയി. ആ അസ്ല് പഴച്ചപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അസ്ല് പഴച്ചപ്പോ മുഹമ്മദ് റസൂലുള്ളാഹിയിലും പിഴവുകൾ ഉണ്ടായി. എന്നിട്ടോ ഈ കളവും ചതിയും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയൊക്കെ നടത്തുന്ന ആളുകൾ നമുക്കെതിരെ ഉന്നയിക്കുന്ന ഹദീസ് നോക്കൂ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി അവർ ഒരാവർത്തി സ്വയം ചോദിക്കേണ്ട ഹദീസ് കൂടി നിങ്ങൾ കേൾക്കും. ഇവരെ കുറിച്ചാണ് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞത്: മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറയുന്നവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ. മുത്തവാത്തിറായിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഈ ഹദീസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് സംവാദത്തിൽ ഏർപ്പെടാനുള്ള കാരണം. ഹാർമോണിയം ഉണ്ട് അല്ലെ, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ, ഇല്ലാത്തത് ഖുർആനിന്റെ പേരിൽ പറയുന്ന, ഹദീസിന്റെ പേരിൽ പറയുന്ന, ഉള്ളതിനെ നിരാകരിക്കുന്ന ഈ സംഗതി, ഈ വാശിയും വക്കാണവും തക്ബീർ ധ്വനികളും സംവാദത്തിന്റെ തുടക്കത്തിലുണ്ടായത് ഒടുക്കം വരെ പോലും നീണ്ടു നിൽക്കാത്ത തക്ബീർ ധ്വനികൾ അത് ഖബറിൽ ഒറ്റക്കാകുമ്പോൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം. നേതാക്കന്മാർക്ക് സംവാദം മുടക്കാം, കലക്കാം, എന്നിട്ട് സ്വകാര്യമായി ഇറങ്ങിപ്പോകാം, അല്ലെ, ഒക്കെ ആകാം. പക്ഷേ നമ്മളെ ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, ആരും കൂട്ടിനുണ്ടാകൂല. അതുകൊണ്ട് ഒരു 5-8 ചോദ്യങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ സംവാദത്തിൽ ചോദിച്ചിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ ആ 5-8 ചോദ്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തുടർച്ചയായി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം വരട്ടെ. എന്നാണ് ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നാമതായി ചോദിക്കുന്നു. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ നിഷേധിച്ചാൽ അതിന്റെ ഗൗരവം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ആദ്യമായി കൊണ്ട് ഈ ജംഇയ്യത്തിന്റെ തീരുമാനം വായിച്ചത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ച് ഒപ്പുവെച്ചതാണ്. ആ തീരുമാനം നിങ്ങളുടെ നേതാക്കന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം, എന്റെ ചോദ്യം ശരിക്കും സഹോദരന്മാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു കാര്യത്തെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? മറുപടി ഉണ്ടായിട്ടില്ല. അതിന് മറുപടി ഉണ്ടായിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ തെളിവ് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം തെളിവ് തരും. രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം, ഇതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട സംവാദം. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതും മൻഹജിൽ നിന്ന്. രണ്ടാമത്തെ ചോദ്യത, സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? നിഷേധിച്ചതിന്റെ തെളിവ് കൊടുത്തു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ അതേ വാദം ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതിന്റെ രേഖ ഹാജരാക്കി. മൂന്നാമത്തെ ചോദ്യം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ തെളിവ് തന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ശരിക്കും പഠിച്ചോ. 2 ചോദ്യം എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കണം. ഈ രണ്ട് വിഷയത്തെ നമ്മൾ ഗണ്ണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദ്യം മൻഹജിൽ തന്നെയാണുള്ളത്. അള്ളാന്റെ ഖുർആനിൽ പറയാത്ത ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ല എന്ന് കെട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് സംഗതി പറഞ്ഞപ്പോ അതിന്റെ തെളിവ് കൊടുത്തു. തെളിവ് കൊടുത്തപ്പോ അതിന് അടുത്ത ചോദ്യം ഉണ്ടായി. നിങ്ങൾ കേട്ടുള്ളൂ ആ ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഓരോ ചോദ്യവും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ മൻഹജിന്റെ വിഷയമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഈ വിഷയത്തിന് ഒന്നാമത്തെ തീരുമാനം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ കാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് സ്വീകരിക്കാൻ പാടില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും അശ്ശരിയത്തിന്റെയും പിഴച്ചവാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു
നിൽക്കുന്നുണ്ടോ? അത് ചോദ്യം തട്ടാൻ നിൽക്കണ്ട. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണമെന്നാണ് നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും ഖവാരിജിന്റെയും മുഅ്തസിലത്തിന്റെയും അശ്അരിയത്തിന്റെയും വാദം നിങ്ങൾക്കുണ്ട്. ആ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉമ്മാനെ മുമ്പ് തല്ലിയമാരി ഇപ്പോഴും തല്ലലുണ്ടോ? നല്ല ചോദ്യം ചെന്നപ്പോ ഉത്തരത്തിന്റെ മുന്നിൽ ഒരുണ്ടോ. എന്താ വിഷയം? ഖബർ ആഹാദ് അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഖബർ വാഹിദ് സ്വീകരിക്കുന്നില്ലെങ്കിൽ മുൻകറും നക്കീറും ഖബർക്ക് വരൂല, സിറാത്ത് പാൽ ഉണ്ടാകൂല. അതാ പറഞ്ഞേ അഷ്ഹദു എന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് പയച്ചിട്ടുണ്ട്. സമസ്തക്കാരോട് ദഅവത്ത് നടക്കുമ്പോ സ്വയം പഴച്ച് നരകത്തിലേക്ക് പോകുന്നുണ്ട്. ആ വേദന മാത്രമാണ് നിങ്ങളെ തിരുത്തുന്നതിന്റെ പിന്നിലെ വികാരം. ആ വേദന മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ചോളി, ഉണ്ടോ എന്ന് വെറുതെ ചിന്തിച്ചോളി. അടുത്ത ചോദ്യം. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. സിഹിറുമായി ബന്ധപ്പെട്ട് സിഹിർ ബാധിക്കുമെന്നും ജിന്ന് മനുഷ്യൻ പ്രവേശിക്കുമെന്നും അതാണ് സലഫി വീക്ഷണമെന്നും അതിനെ നിഷേധിക്കുന്നത് അഖ്ലാനിയത്താണെന്നും നിങ്ങൾ വിദേശ പണ്ഡിതന്മാർക്ക് നൽകിയ കത്തിലെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അവിടുത്തെ ചില്ലാനം കിട്ടണം. അപ്പോ എന്താ, ഞങ്ങളിതൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്ന് എഴുതി കൊടുക്കും. അത് ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് പിരാന്തുണ്ടായിരുന്ന മാതിരി ഇപ്പോഴും പിരാന്തുണ്ടോ? എങ്ങനെ ചോദിച്ചാലും ചോദ്യം വളരെ ക്ലിയർ ചോദ്യമാണ്. അടുത്തത്. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. ഇതിന്റെ ബാക്കി മുറി വായിച്ചു. അതാണ് എന്റെ അടുത്ത ചോദ്യം. എന്താ? യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചോദ്യം കേട്ടോ. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി ഇങ്ങെടുക്കൂ. ഇവിടെ ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. മോദി സലീം ഒന്ന് എടുത്തു കൊടുക്കി. ആ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീട്ടിൽ അവരുടെ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? കേസും ഫത്വഹുൽ ബാരി വലിയ ചാക്കിലാക്കി ഏറ്റിക്കൊണ്ടിരുന്ന കണ്ടു. അപ്പൊ വിചാരിച്ചു അന്ന് കുറച്ചൊക്കെ വായിക്കും. സംഗതി അതേപോലെ തിരിച്ചുകൊണ്ടുപോയി. ആകെ പറഞ്ഞത് കേസിനെ കുറിച്ചാ. അതിന് മാലിക് സൽഫി മറുപടി പറഞ്ഞു, കേസിന്റെ കാര്യം നമുക്ക് കോടതിയിൽ നോക്കമോനെ, വേഗം ഹാർമോണിയത്തിന്റെ ഹദീസ് എടുക്ക്. അല്ലെ? ഏഴാമത്തെ ചോദ്യം ചെല്ലാൻ വേണ്ടി വന്നാ പോരാ. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് നരകത്തിന് മുകളിൽ സിറാത്തുണ്ട് എന്നുള്ളത്. അത് മൻഹജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചിലക്ക് സിറാത്തൊക്കെ പറയുമ്പോ പൊള്ളും, ഞങ്ങൾക്കറിയാം, മനസ്സിലല്ലേ? അതൊക്കെ പൊള്ളുന്നതേ ഉള്ളിൽ ചേകരൂശലുണ്ട്. ആ സിറാത്ത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നതാണ്. അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാണ് ഞങ്ങളെ ഏഴാമത്തെ ചോദ്യം. ഇനി എട്ടാമത്തെ ചോദ്യം കേട്ടോളി. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. മൻഹജിൽ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണം. ആ മൻഹജിൽപ്പെട്ടതാണ് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളത്. ആ ഖബർ ശിക്ഷ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരാകുന്ന തരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ആയത്താണ് ഖബർ ശിക്ഷയുടെ ഹദീസുകൾ നിരാകരിക്കുന്നത്? എന്റെ അടുത്ത ചോദ്യമാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖബർ ശിക്ഷയുടെ ഹദീസ് എതിരാകുന്നത്? ആ ആയത്ത് നിങ്ങൾ ഓതണം. ആ ആയത്ത് ഓതണം അന്ന് പറഞ്ഞപ്പോ പെരുങ്കള്ളൻ എന്ന് പറഞ്ഞ് കലക്കി വിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് ഓർമ്മ ഉണ്ടായില്ല. പക്ഷേ ചെന്ന് പിന്നെ ചർച്ച നടത്തിയപ്പോഴാണ് ഇനി അങ്ങനെ കുടുങ്ങിയാൽ കലക്കി പോരട്ടോ, അല്ല നടക്കൂലേ ചങ്ങായിമാരെ മുന്നില് എന്ന് പിന്നെ സംഘടന എടുത്ത തീരുമാനമാണ്. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഘടന എടുത്ത തീരുമാന. സംഘടന മൂപ്പരും അതേപോലെ തന്നെ അലിമദനിയും കരിമ്പിലാക്കലാണല്ലോ ഓല സംഘടന. പിന്നെ ഹുസൈൻ മടവൂരും CPI മുസ്ലിമൊക്കെയുള്ള വേറൊരു സംഘടന ഉണ്ട്, റൌഫ് മദനിന്റെ വേറൊരു സംഘടന ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഞങ്ങളിത് അങ്ങാടിയിൽ ഇങ്ങനെ നിങ്ങളെ മറ്റേയാൾ അവിടെ പ്രസംഗിച്ചു, മറ്റേയാൾ ഇവിടെ പ്രസംഗിച്ചു, മറ്റേയാൾ അതിനെപ്പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങാത്ത എന്താ അറിയോ? ഞങ്ങളെ ദഅവത്തിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ഖബറും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ 5 ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിച്ചതുകൊണ്ട് വിശേഷിച്ചൊന്നും കിട്ടല്ല.
വിശേഷിച്ചൊന്നും കിട്ടാല്ല. നിങ്ങൾ 5 ഗ്രൂപ്പ് ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുന്നുള്ളത് തെളിയുന്നല്ലാതെ വേറെ വിശേഷിക്കുന്നതിലില്ല. അതുകൊണ്ട് അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം, നിങ്ങൾ കളിക്കരുത്. എന്റെ അവസാനത്തെ ചോദ്യം ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് നിങ്ങളുടെ യുവനേതാവ് എഴുതിയത് നിങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് ചോദ്യം. ചേകന്നൂർ മൗലവി നവോത്ഥാന നായകനെന്ന് വിളിച്ചിരുന്നു അല്ലേ? ആ നവോത്ഥാന നായകൻ എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു. ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? സുഹൃത്തുക്കളെ, 2 സംവാദങ്ങളിലൂടെ കേരളത്തിലെ മുജാഹിദ് മനസ്സാക്ഷികളിലേക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്നവരുടെ മനസ്സാക്ഷികളിലേക്ക് ഞങ്ങൾ കൈമാറിയ കുറെ ചോദ്യങ്ങളും കുറെ ആശയങ്ങളുമുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സംവാദമാകുമ്പോൾ, സംവാദത്തിന്റെ വിലയിരുത്തലാകുമ്പോൾ ചിലപ്പോൾ വരികൾക്ക് ചിലപ്പോൾ ഇത്തിരി ഉശിരു കൂടും. അതും ഒരു സംവാദം അതിന്റെ മധ്യത്തിൽ നിന്ന് പൊളിച്ചടുക്കി ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം. ഹിദായത്ത് വ്യക്തമായതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർ ഓൻ തിരിഞ്ഞോടത്തേക്ക് തിരിച്ചുവിടും. അവസാനം ജഹന്നം, നരകമാണ് പ്രിയപ്പെട്ടവരെ സങ്കേതം. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വഹാബത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചെയ്തതുപോലെ റസൂലിലേക്ക് ഒരു കാര്യം ഇറക്കപ്പെട്ടത് അവർ കേട്ടാൽ അവർ കണ്ണീർ വാർത്തുകൊണ്ട് കരയുന്നത് നിനക്ക് കാണാം. പടച്ചോനെ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ മാർഗത്തിൽ സാക്ഷിയായ രക്തസാക്ഷികളുടെ പോരാട്ട ഭൂമികളിൽ മരിച്ച മഹാമനുഷ്യരുടെ ജീവിതത്തെ ഇസ്ലാമിന് സമർപ്പിച്ചവരുടെ റൂട്ടിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ, ആ ലിസ്റ്റിൽ ഞങ്ങളുടെയും പേരെഴുതണേ എന്ന് പറഞ്ഞവരുടെ കൂടെ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു എന്നത് മാത്രമായിരിക്കും വിശ്വാസികളുടെ ലൈന്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂൽ. റസൂലിനെയും അല്ലാഹുവിനെയും ധിക്കരിക്കുന്നവരായി നിങ്ങൾ മാറരുത്. പിന്നെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുന്നവരായി മാറരുത്. അവസാനം അബില്ലാഹി വബിറസൂലിഹി വബിആയാതിഹി കുൻതും തസ്തഹസിഊൻ. ഈ പരിഹാസങ്ങളും ഈ വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചെത്തുമ്പോ ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതാണ് എന്ന് മറുപടി പറയേണ്ടി വരുമ്പോ അള്ളാഹുവിനെ കണ്ടാണോ, അവന്റെ ആയത്ത് കൊണ്ടാണോ, അവന്റെ റസൂലിനെ കണ്ടാണോ പരിഹാസം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന് എന്റെ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുകയാണ്. 999 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരിൽ വ്യതിയാനം ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ട് ഉമർ മൗലവി ഇന്നത് പറഞ്ഞു അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചില്ല? എന്തുകൊണ്ട് കുഞ്ഞീദ് മദനി പറഞ്ഞു അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചില്ല? എന്തുകൊണ്ട് എം അക്ബർ പറഞ്ഞു അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ചില്ല എന്നാണ് സംവാദത്തിലെ ഒരു ചോദ്യമായി ചില ആളുകൾക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ? വളരെ കൃത്യമായി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വളരെ സുന്ദരമായി അടിച്ചൊതുക്കി പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ കച്ചിത്തുരുമ്പായി തൂങ്ങാൻ ശ്രമിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞ ഉത്തരം ആവർത്തിക്കുന്നു. ബഹുമാനനായ ഹുസൈൻ മടവൂർ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ സ്വാധീനിക്കപ്പെട്ട് ഒരു പുതിയ ആശയം കൂടെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, തന്റെ കീഴിലുള്ള സംവിധാനത്തെ അതിനുവേണ്ടി പാകപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, വളണ്ടിയർ കോർ സംവിധാനം ഉണ്ടാക്കി അതിന്റെ രഹസ്യ നീക്കങ്ങൾ സജീവമാക്കി സംഘടനാ ചർച്ചകളിൽ, നയരേഖകളിൽ, ചർച്ചകളിൽ അത് കൊണ്ടുവന്നു. സംവാദങ്ങൾ വേണ്ട എന്ന ആശയത്തിന് പഴയകാല പണ്ഡിതന്മാരുടെ അനുഭവങ്ങളുള്ള ലേഖനങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ കൊണ്ടുവന്നു. ഇത് ഇതിനെ മറ്റൊരു റൂട്ടിലേക്ക്, ഒരു സാംസ്കാരിക സംഘടനയാക്കുന്നിടത്തേക്ക് പോയി. അബൂബക്കർ നസ്സാഫ് ഇറങ്ങിപ്പോയെടുത്തും അദ്ദേഹം പറഞ്ഞൊരു കാരണം അതാണ്, തൗഹീദ് പറയാൻ അവിടെ ഇടമില്ല. അത് തെളിയുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ ഞങ്ങൾ നടത്തിയ സംവാദങ്ങൾ ഞങ്ങൾക്ക് എണ്ണാൻ പറ്റും. ഞങ്ങൾ എത്തിയ പുതിയ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഞങ്ങളെടുത്ത മൈക്ക് പെർമിഷന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഈ 50 കിലോമീറ്റർ ചുറ്റളവിൽ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ നടത്തിയ പരിപാടിയുടെ ഷെഡ്യൂൾ, ആ പരിപാടിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പയ്യോടി അങ്ങാടിയിലേക്ക് പോകുന്ന വഴിക്ക് കീഴൂര് ചിലപ്പോൾ നിങ്ങൾ 2-3 പരിപാടി നടത്തിയിട്ടുണ്ടാകും. അതിന്റെ അപ്പുറത്ത് എവിടെ, എങ്ങനെ? തിക്കോടിയിൽ 2 പരിപാടി നടത്തിയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഹുസൈൻ മടവൂർ ഇവിടെ വന്ന ആശയം തൗഹീദ് മുഖ്യ അജണ്ടയിൽ നിന്ന് മാറ്റുക എന്നത് തന്നെയായിരുന്നു. അതിന് സംവിധാനമുണ്ടാക്കി, രഹസ്യ സംവിധാനമുണ്ടാക്കി പണിയെടുക്കുന്ന ഒരാളും
അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കിതാബ് കെട്ടുകൾ തപ്പിയെടുത്തപ്പോൾ ആ തപ്പിയെടുത്ത കിതാബ് കെട്ടുകൾക്കിടയിൽ നിന്ന് കിട്ടിയ കുഞ്ഞീദ് മദനിയുടെ ഒരു വരി പ്രതിരോധത്തിന് വേണ്ടി ഉദ്ധരിച്ചതും ഒരുപോലെയല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പോത്തും ചെമ്പോത്തും ഒരുപോലെയല്ല. കുഞ്ഞീദ് മദനി വളണ്ടിയർ കോർ ഉണ്ടാക്കി ഈ ആശയം പ്രചരിപ്പിച്ചിട്ടില്ല. കുഞ്ഞീദ് മദനി രഹസ്യ സംവിധാനം ഇതിന് ഉപയോഗിച്ചിട്ടില്ല. കുഞ്ഞീദ് മദനി NMK രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ആശയം ഉണ്ടാക്കാൻ ആളെ കൂട്ടിയിട്ടില്ല. നിങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ച നേരത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ആദ്യത്തെ സമയത്ത് എന്താ, റബ്ബന ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, തെറ്റുപറ്റിയിരിക്കുന്നു, തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, തിരുത്താതെ തെറ്റുകളിലൂടെ തുടർച്ചയായി പോയാൽ നിങ്ങളോട് സ്വീകരിച്ച അതേ ലൈൻ തന്നെയാണ് ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെയുള്ളവരോടും സ്വീകരിക്കുക എന്നതിന്റെ നേർരേഖയാണ്. AC-യുള്ള ഓഫീസും വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനവും ഒഴിവാക്കി പോന്നിട്ട് സയന്റിഫിക്കായ സംഘടനാ സംവിധാനത്തോട് അതിലേറെ ശക്തമായി പോരടിച്ച് ഉജ്ജ്വലമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾ ചിത്രമായി പോകുമെന്നത് നിങ്ങളെ പോലെയുള്ള ചിലരുടെ ധാരണ മാത്രമാണ്. ശക്തമായി മുന്നേറുക തന്നെയാണ്. എന്തുകൊണ്ട് സലാം സുലമിയെ ജാമ്യയിൽ പഠിച്ച കാലത്ത് എതിർത്തില്ല? എന്തുകൊണ്ട് നെതുവത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലേ, അദ്ദേഹത്തോട് പറയേണ്ടവരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ എവിടെയും അദ്ദേഹം വരാതിരുന്നത്? അദ്ദേഹത്തിന് അധികാരത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ ഉത്തരം. ആ ഉത്തരത്തിന്റെ പുറത്തേക്ക് സ്വകാര്യങ്ങളുണ്ട്. 6 വർഷം അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ജാമ്യ നദീവിന്റെ സ്റ്റാഫ് റൂമിന്റെ അരികിലൂടെ കടന്ന് നീങ്ങിയ ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ചിലതറിയാം. ഇനി അതിന്റെ അപ്പുറത്ത് എന്താ കാരണം എന്നറിയോ? പിളർപ്പോട് കൂടെയാണ് അദ്ദേഹത്തിന്റെ ആദർശം ഒരു സംഘടനയുടെ ആശയമായത്. അപ്പോഴാണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തത്, വളരെ കൃത്യമായി വിമർശിച്ചത്. മാത്രമല്ല, നിങ്ങളുടെ അതേ ആശയവും അതേ താല്പര്യവുമുള്ള ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സംവിധാനത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ സ്വാധീനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെയും സ്വകാര്യമായി തിരുത്താൻ ശ്രമിച്ചിട്ട് ആ തിരുത്തുകൾ നടക്കാതെ വന്ന ഒരു ഘട്ടത്തിലാണ് തൗഹീദിനെ തന്നെ അട്ടിമറിച്ചവർ സംഘടന ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മാറിയത്. അത്രയുള്ളൂ. വ്യക്തികളെ ഞങ്ങൾ തഖ്ലീദ് ചെയ്യാറില്ല, സംഘടനയെയും തഖ്ലീദ് ചെയ്യാറില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉമർ, അബൂബക്കർ എന്നൊക്കെ നിങ്ങൾ വല്ലാതെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി ഇപ്പൊ വല്ലാതെ പറഞ്ഞു കേൾക്കുന്നില്ല. ആകാശത്ത് ഇടിത്തീ വീണ് ഞങ്ങൾ പേടിക്കുന്നു എന്നാ, അല്ലേ? ഇബ്നു ഉമറിനോട് നിങ്ങളെപ്പാക്ക് തമത്തുവിന്റെ വിഷയത്തിൽ അഭിപ്രായമില്ലല്ലോ. ഹജ്ജ് ഉംറക്ക് ചെന്ന് ഉംറയിൽ നിന്ന് വിരമിച്ച് വീണ്ടും ഹജ്ജിന് പോകുന്ന, ഹജ്ജിന് ഇഹ്റാം എടുക്കുന്ന രീതി ഇല്ലാന്നാണല്ലോ നിങ്ങളെപ്പ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ, എന്റെ ഉപ്പയാണോ റസൂലുള്ളയാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന? വ്യക്തികൾക്ക് അത്ര സ്ഥാനം ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ആ വ്യക്തികളുള്ള കൂട്ടായ്മയ്ക്ക് തെറ്റുപറ്റിയാൽ അതിന് അത്ര സ്ഥാനമേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നത് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇത് ദഅവത്തിനുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ കൂടുതൽ ശക്തിയോടെ വ്യവസ്ഥാപിതമായി ശാഖ മുതൽ സംസ്ഥാന തലം വരെ ആസൂത്രിതമായി മുന്നോട്ടു പോകും. സ്ഥാപനങ്ങൾ തിരിച്ചെത്തും. ശക്തമായി മുന്നേറുമ്പോൾ ഞങ്ങളുടെ അഡ്രസ് നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ശ്രമങ്ങളെ മുഴുവൻ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന പുണ്യകർമ്മമാക്കി നമുക്ക് പരിവർത്തിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന് ടെൻഷൻ അടിച്ചതിനു വേണ്ടി അധ്വാനിച്ച വിരലിലുണ്ടാവുന്ന പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ഒരു ഹദീസ് നിഷേധത്തെ അതിനെ എതിർക്കാൻ വേണ്ടി കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നിട്ടില്ലെന്ന് മാത്രമല്ല, അല്ലേ, കൂടെ നിന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പുറത്ത് നന്ദി ദാറുസലാമിൽ പൂട്ടി താക്കോല് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തവരുടെ ടീം സംവാദത്തിന്റെ സദസ്സിൽ വരെ വന്നിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ. അല്ലെ, ഇവരുടെ ആളുകളായി വന്നിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാനും തയ്യാറാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.